40 സീറ്റിൽ ഒറ്റപ്പേരുറപ്പിച്ച് 50 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിക്കഴിഞ്ഞു. സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായതോടെ പാലക്കാട് മണ്ഡലത്തിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാവുമെന്ന വാർത്തകളായിരുന്നു ഇന്നലെ മുതൽ പ്രധാന ചർച്ചാ വിഷയം. എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം മണ്ഡലത്തിൽ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഷാഫി പറമ്പിലിന്റെ നോമിനികളെ വീണ്ടും എത്തിക്കുന്നതിലാണ് ഒരു വിഭാഗം കടുത്ത വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിഷാരടി ശക്തനായ സ്ഥാനാർത്ഥിയല്ലെന്നാണ് അഭിപ്രായം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്കുണ്ടായ നാണക്കേട് ഉന്നയിച്ച് എതിർക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. DCC പ്രസിഡന്റ് A തങ്കപ്പനും പാലക്കാട് MP VK ശ്രീകണ്ഠനും KPCC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതായാണ് സൂചന. ഷാഫി പറമ്പിലിന്റെ നോമിനിയായി ഒരു സ്ഥാനാർത്ഥിയെ കൂടി മണ്ഡലത്തിൽ എത്തിക്കുന്നത് ശരിയല്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. K മുരളീധരനെയും മുൻ IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥനെയും നേരത്തെ കോൺഗ്രസ് പരിഗണിച്ചതാണ്. ജില്ലാ കമ്മിറ്റിയും പാലക്കാട് MP VK ശ്രീകണ്ഠനും ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതുമാണ്. എന്നാൽ ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടനും കോൺഗ്രസ് അനുഭാവിയുമായ രമേശ് പിഷാരടിയെ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള നീക്കം. 2011 മുതൽ UDFന്റെ കുത്തക മണ്ഡലമാണ് പാലക്കാട്. 2011ലെയും 2016ലെയും തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുള്ളത്. 2021ൽ മാത്രമാണ് ശക്തമായ മത്സരം പാലക്കാട് മണ്ഡലത്തിൽ നടന്നത്. അന്ന് E ശ്രീധരനായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. അന്ന് 3000-ഓളം സീറ്റുകൾക്കാണ് ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ വിജയിച്ചത്. അതിനുശേഷമാണ് ഷാഫി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വടകര MP ആയത്. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയി വരുന്നത്. നിലവിൽ കോൺഗ്രസിൽ സിറ്റിംഗ് MLA-മാർക്ക് പുറമെ 19 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പാർട്ടിയിൽ ധാരണയായിട്ടുണ്ട്. സിറ്റിംഗ് MLA-മാരായ K ബാബു, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. IC ബാലകൃഷ്ണൻ, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സുൽത്താൻ ബത്തേരിയിലോ മാനന്തവാടിയിലോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയനെ പരിഗണിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ മത്സരിച്ചാൽ ഉഷ മാനന്തവാടിയിലേക്ക് മാറും. അല്ലാത്ത പക്ഷം ബത്തേരിയിൽ ഉഷ സ്ഥാനാർത്ഥിയാകും. മുസ്ലിം ലീഗുമായുള്ള സീറ്റ് കൈമാറ്റ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. തിരുവമ്പാടി, പട്ടാമ്പി, കളമശ്ശേരി, കൊച്ചി സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായാൽ ഇവിടങ്ങളിലെ പട്ടികയും പൂർത്തിയാകും. തൃശൂരിൽ BJPക്കായി പത്മജ വേണുഗോപാൽ വന്നാൽ TV ചന്ദ്രമോഹനെ കോൺഗ്രസ് ഇറക്കും. പത്മജയില്ലെങ്കിൽ ജോസഫ് രാജറ്റിനാകും നറുക്കുവീഴുക. OBC വിഭാഗം ചെയർമാനായി യുവനേതാവ് രാജേഷ് സഹദേവനെ നിയമിച്ചതും പിന്നോക്ക വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ നീക്കമാണ്.